ഓർക്കുന്നുണ്ടാകും. കൊട്ട തട്ടിയരും അവർ കഥ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞത് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുന്നു. ഒലിയെ ഓരോ ഹാദിം മൗത്തായ സങ്കടം അവരെ സാവുചത്ത് വന്ന് പറഞ്ഞാരേ, എൻ്റെ ഹാദിമിൻ്റെ റൂഹന്നിൽ തരണം എന്ന് മലകുൽമൗത്തോട് കേട്ടോവർ തനിയോൻ്റെ അരുളാൽ പൂടിത്തതയ്യങ്ങീന തരും ഞാനെന്ന് മാലക്ക് നവിണ്ടോവർ നവിൽ കേട്ട് കയ്യില്ല മേരർ പിടിത്തുള്ള ജംബിലൈ വേഗം പൂടിത്ത് പറന്നോവർ അന്നാളിൽ വാങ്ങിയ റോഹുകളൊക്കെയും ഉണ്ടന്ത കോട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടതി തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളിപ്പറ പാറ്റി വിടുത്തോവർ. പാടിയതല്ലേ, മറ്റൊരു ട്യൂണിലാണ്. ഏതായാലും പാട്ടുപാടിനൊരു വിഷമാണല്ലോ. തിരിച്ചൊന്ന് പാടി നോക്ക്, പാടി നോക്ക്, നല്ലതല്ലേ. നേരത്തെ ഇപ്പൊ അനുകരിച്ചിട്ട് മാർക്ക് ചെയ്യാനിടാ. എന്നിട്ടോ വിട്ടതൈ കണ്ട് അസ്റായീൽ അല്ലാന്റെ ബലിമഹലറത്തിലെത്തി പറഞ്ഞോവർ അപ്പോൾ മലക്കോട് അല്ലാ അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഹൗസല്ലേ, പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നോവർ. ഇത് പാടിയിരുന്നില്ലേ, ഇത് പറഞ്ഞിരുന്നില്ലേ? അല്ലേ, ഈ രീതിയിലല്ല. ഇനിയിപ്പോൾ അടുത്ത വെല്ലുവിളികൾ ഈ രീതിയിൽ പാടിയതായി വെല്ലുവിളിക്കുന്നു, തെളിയിക്കാമോ? ഇല്ല, പാടിയിട്ടില്ല. ഇപ്പോഴാണ് പാടിയത്. അല്ല, ഞാൻ തോറ്റു. ഇപ്പോഴാണ് പാടിയത് ഈ രീതിയിൽ. മുമ്പ് മറ്റൊരു ട്യൂണിലായിരുന്നു. ശരി, അപ്പോ പേരൊടി ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ ഈ കൊട്ട വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ കൊട്ട തട്ടി അസ്റായീലിന്റെ അടുത്ത് ഈ കൊട്ട വാങ്ങി തട്ടിയ കഥ കണ്ട് വായിച്ചപ്പോ പേരോട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കണ്ടോ, തള്ളുകണേ. നാലാപുരത്ത് വെച്ചൊരു തള്ളല്. അത് പ്രത്യേക പാറക്കടവിൽ വെച്ചാണ് തള്ളിയത്. ഒരു മൗലവി പറഞ്ഞു, ഈ സുന്നികൾക്ക് ഒരു മൊഹീദ്ദീൻമാരാണ്. ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മൗലിദോദൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻമാരയിൽ പറയുന്നത് ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹം പിടിച്ചു പോവേ. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ റൂഹുണ്ട്. ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹാണ്. അതുകൊണ്ട് അത് പിടിച്ചോണ്ട് പോയാൽ പറ്റില്ല, എനിക്ക് തരണമെന്ന് പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ അസ്റായീൽ അങ്ങനെ തരാനും പറ്റില്ല. മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്തു? അസ്റായീലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ടു കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസ്റായീൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നട്ടായി അസ്റായീൽ പോയി. ഇങ്ങനെ മുഹീദ്ദീൻ മാലയിലുണ്ട് എന്ന് മൗലവിമാര് സാധാരണ എത്രയോ സ്ഥലത്ത് കുറ്റിയാടിയും കടവത്തൂരൊക്കെ മുമ്പേ പ്രസംഗിക്കുന്നതാണ്. നമ്മൾ 100 പ്രാവശ്യം എന്റെ മറുപടി പറഞ്ഞാണ്. പാറക്കടവിൽ പാറ്റിയായിട്ടുള്ളത് വിളമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ കുട്ടികളുടെ മുഹീദ്ദീൻ മാല മുതൽ അവർ വിചാരിക്കുന്ന ഇല്ലാത്തത് അങ്ങനെ മൗലവിമാർ പറയോ, മുഹീദ്ദീൻ മാല ഇല്ലാത്തത് പറയോ എന്ന് നമ്മളെ കുട്ടികൾ വിചാരിക്കുക. വാസ്തവത്തിൽ ഇത് പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി, 100 കണക്കിന് കിതാബുകൾ എഴുതിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കൊർവായിനൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ ബഹുമാനങ്ങളൊക്കെ കോർവയാക്കി നിങ്ങൾക്ക് മാലയാക്കി പഠിപ്പിച്ചു തന്ന ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് സുന്നത്ത് ജമാഅത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കി നമ്മളെ വീടുകളിൽ ചൊല്ലിവരാറുള്ള മുഹീദ്ദീൻമാരെയും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം മൗലവിമാര് പറയുകയാണ്. ഇതാ മുഹീദ്ദീൻമാരെയും ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീഖത്തുകാരുണ്ട്.
ഞങ്ങൾ ഖാദിരിയ തരീഖത്താണ് എന്നും പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീഖത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികൾ. അത്തരം കള്ളത്തരീഖത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്കിയാടും അതുപോലെ കലാച്ചിയിലും നാദാപുരത്തും എല്ലാ സ്ഥലത്തും കള്ളത്തരീഖത്തുകാർക്കെതിരെ പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കേസറ്റുകളും ധാരാളം ഉണ്ട്, ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ കള്ളത്തരീഖത്തുകാരായ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ട്. അക്കൂട്ടത്തിൽ ഏതോ ഒരു തമിളൻ മാല ഉണ്ടാക്കി. ആ മാലയിൽ ഇങ്ങനെയുണ്ട്. അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഏതോ ഒരു തമിളുണ്ടാക്കിയ മാലയാണ്. ആ മാലയും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല, പച്ചക്കള്ളമാണ്. തമിഴൻ മാല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയിട്ട് പിന്നെ അത് ഒന്നും കൂടെ നാദാപുരത്തുനിന്ന് പിന്നെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. 500ഓളം കിതാബ് എഴുതിയ ആളാ മുഹീദ്ദീൻ ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എഴുതിയ മുഹീദ്ദീൻ മരം അടങ്ങിയിരിക്കുന്ന നമ്മളെല്ലാം ചെല്ലാറുണ്ട്. നേരെ മറിച്ച് മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈദുല്യം തർജമ എന്ന് പറഞ്ഞിട്ട്, വൈദുല്യം തർജമ അതിന്റെ 143-ാം പേജ് വലിയ ഒരു മഹാൻ, കേരളത്തിൽ കഴിഞ്ഞ ഒരു വലിയ മഹാൻ എഴുതിയതാണ്. ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈദുല്യം തർജമ ആരാണത്? പാടൂർ സെയ്ദ് കോയക്കുട്ടിത്തങ്ങൾ. അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജമയാണ്. പഴയ കാലത്തുള്ളതാണ് വൈദുല്യം തർജമ. അതില് ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ. ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തിർനിർണിടം എന്നും മുഹീദ്ദീൻ മാല എന്നും മറ്റും ചില പാട്ടുകൾ അഹ്ലുസുന്നിയാക്കളെ അഖീദക്ക് മാറായിട്ട് പെരുത്ത് കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട്. ആയതിനെ പാടുന്നതും ജായിസല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജമ എന്ന് പറയുന്ന തർജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മുഹീദ്ദീൻ മാല അത് ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബാധകമല്ല, അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജുമ കേട്ടിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല, പേരോട് അംഗീകരിക്കുന്ന മാല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ. ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത്? വൈദുല്യം തർജമയിൽ എതിർത്തിട്ടുണ്ട്. ഏത് മാലനെ? ഈ മാലനെ. വൈദുല്യം തർജമ എഴുതിയതെന്ന 1277. 1277 എഴുതിയ വൈദുല്യം തർജമയിൽ എതിർത്തിരിക്കുന്നു അത്രേ. ഏത് മാലയെ? 1348 രചിച്ച മാലയെ. എങ്ങനുണ്ട്? 1348 ഉണ്ടാക്കിയ മാലനെ എതിർക്കണമെന്ന്. 48 പിന്നെ എത്ര കൊല്ലം ഉണ്ടാവും? 48 ഒരു 58, 68, 10-70 കൊല്ലം മുമ്പ് 10-70 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ 70 കൊല്ലത്തിന് ശേഷം വരാൻ പോണ മാലനെ എതിർത്തിട്ടുണ്ട്. കളവ് പറയുമ്പോ സുഹൃത്തെ, 71 കൊല്ലം പാടൂര് കോയക്കുട്ടി തങ്ങള് വൈദുല്യം തർജമ എഴുതിയിട്ട് 71 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചൊല്ലിയ പുതിയ മുഹീദ്ദീൻ മാല ഉണ്ടായിരുന്നത്. അതിനെ ഇയാൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ. നല്ല കാര്യമായി പോയിട്ടുണ്ട്. ഇങ്ങനെ പച്ച കള്ളം പറയാ അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു ഒപ്പരപ്പ് വിചാരിച്ചത് ഈ മാല അംഗീകൃതമാണോ അല്ലേ എന്നതാ ഇവിടുത്തെ ചർച്ച എന്ന് വഴിമാറ്റി വിടുകയാണ്. എന്റെ ചോദ്യത്തിലെ മർമ്മം എന്താന്ന് പറയും? മാലക്ക് സനതൊക്കെ ഞാൻ വേറെ കൊണ്ടുവരാം, വേണമെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയണേ, മറക്കരുത്. എന്ത് ഞങ്ങൾക്ക് ആ മാലിന്റെ സനതൊന്ന് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ സനതൊക്കെ വായിച്ചു തരാം. ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയത് കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ?
കേട്ടോളി, ഇത് പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴനല്ല, തമിഴന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാള് കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ നിങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിഴുണ്ടാക്കിയതല്ല. പുതിയ പഴയ മുഹയ്യിദ്ദീൻ മാലയിൽ, മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ ഫെടാത്ത പല കശ്ഫ് കറാമത്തുകളും മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില ഇല്ല. മുഹയ്യിദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ, അതിന്റെ ആ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേര് പറയുന്നതിന്റെ സവാബാണ്. എന്നാല് മുഹയ്യിദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അല്ലാ 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 എന്ന് പറഞ്ഞു പറയാം. മനസ്സിലായില്ലേ? തീർന്നില്ല. ഇനി ഇതിന്റെ കൂലി കേട്ടോളി. ഇതിനെ പാടുന്നയും അഥവാ പാടുക, ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ, പാടണ്ട, അതിങ്ങനെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ല. കേട്ടോളി ഇതിന്റെ അടിഭാഗം. ഇതിനെ പൊന്നാനി മഹ്ദൂം, പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും, കൂടിയമ്മ ഗാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്തതാകുന്നു. ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ, അണ്ണന്മാരാ, തമിഴനാ, എന്താ പേരോടെ? അല്പൊക്കെ ഒരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ഇത് കേൾക്കൂലേ? മുപ്പര് വിചാരിച്ചാലും നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു. ഇതൊരിക്കലും വിചാരിച്ചില്ല. വിചാരിച്ച എന്താ അടിച്ചു വിട്ടാണ് പോകാന്നാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഇതിന്റെ പോലീസ് കേൾക്കണോ? കൊല്ലൊക്കെ പറഞ്ഞുതരാം. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടതാകുന്നു. ഏത് അച്ചുകൂടത്തിലാ? പ്രസിന്റെ പേര് വരെയുണ്ട്. നോട്ടീസ്, ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ്. ഈ പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴൻ മാലയല്ല, കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല, തമിഴൻ മാലയല്ല. തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദ പ്രസ്സിൽ നിന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ, മിസ്ബാഹുൽ ഹുദ പ്രസ് മുജാഹിദിന്റെ പ്രസ് ഒന്നല്ലോ, പഠിച്ചു വെച്ചോ, അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി, പൊന്നാനി, മലബാർ, തമിഴ്നാടല്ല, തമിഴനല്ല. അപ്പോ ഞങ്ങൾ അതിൽ പ്രധാന വിഷയം എന്താ? അതിൽ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഉസ്താദ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ, ഉസ്താദിന്റെ കിതാബാണ് ഫതാവ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ. ആ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരോട് ഇരുശബ്ദമായിട്ടുള്ള ചോദ്യം കേട്ടോളൂ. മുഹയ്യിദ്ദീൻ മാലയിൽ വലിയ ഓരോ ഹാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഹാദിമിന്റെ റൂഹ് ശൈഖവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും അസ്റായീൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? അപ്പൊ ആ കഥനെ പറ്റിയ ചോദ്യട്ടോ. ഉത്തരം, ഇന്നത്തെ മുഹയ്യിദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല. ഇത് ആരുടെയോ സൃഷ്ടിയാണ്. ശരി, ആരുടെയോ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലായില്ല. ആരുടെ സൃഷ്ടിയാണ് നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഇതിൽ അവിശ്വസനീയമായി ഒന്നും ഇല്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്. ശറഹുൽ അഖായിദിൽ 176 പേജിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്.
തന്റെ റൂഹ് പിടിക്കാൻ വന്ന അസ്റായീലിനെ മൂസാ നബി അലൈഹിസ്സലാം അനുവദിച്ചില്ലെന്നും പരാതിയുമായി അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹളറത്തിൽ ചെന്നപ്പോൾ മൂസാ നബിയുടെ ആയുസ് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാമെന്ന് അറിയിക്കാൻ പറഞ്ഞു എന്നുമുള്ള കാര്യം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഇയാൾ പറഞ്ഞതുപോലെയൊന്നും ഹദീസിലുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയമാണ്. ഇനി അവസാനം കേട്ടോളൂ, ഇയാൾ പറയുകയാണ് മാലയുടെ ആശയത്തിൽ, കേട്ടോ പേരോടെ, മാലയുടെ ആശയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ ഈ ഹദീസിനെ കുറിച്ച് എന്തു പറയുന്നു? അപ്പൊ മാലയിൽ പറഞ്ഞ ഈ ആശയത്തെ പറ്റി എന്താ പറഞ്ഞത്? ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. പേരോടെ, നിങ്ങൾക്കിതിൽ അവിശ്വസനീയമാണല്ലേ? എന്തേ? ഈ പ്രദേശത്തേക്ക് ബാധകമായ ഫത്വയാണോ? നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അടുത്ത പ്രസംഗത്തിൽ ഒന്ന് കാണട്ടെ, അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണേ. ഇതേ കഥ തന്നെ, ഇതേ സംഭവം തന്നെ വേറെയും കിതാബുകളിൽ വന്നിട്ടുണ്ടല്ലോ. ആ കിതാബിന്റെ പേരും ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആശയം തഫ്രീഹുൽ ഖാത്തിറിലുമില്ലേ ഇതേ കാര്യം? നിങ്ങൾ പറയണം, തഫ്രീഹുൽ ഖാത്തിറൊക്കെ നിഷേധിക്കുക, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. മിണ്ടണേ, മറുപടി പറയണേ. ഇനിയോ